ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് 1997 പാഠ്യപദ്ധതിയാണ്. 1997 ജൂൺ മുതൽ കേരളത്തിൽ പുതിയ പാഠ്യപദ്ധതി നിലവിൽ വന്നു. 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സിൽ 1997-98 വരുത്തിയ ഈ പാഠ്യപദ്ധതി മാറ്റം അതുവരെയുള്ള പരിഷ്കരണങ്ങളിൽ നിന്നും പലതുകൊണ്ടും ഭിന്നമായിരുന്നു. നിലവിലുള്ള പാഠ്യപദ്ധതിയുടെ പോരായ്മ കണ്ടെത്തൽ, ലക്ഷ്യവും സമീപനവും പുതുക്കി നിശ്ചയിക്കൽ, ടെക്സ്റ്റ് ബുക്ക്, ഹാൻഡ് ബുക്ക് എന്നിവയുടെ നിർമ്മാണം, ട്രൈ ഔട്ട്, കരിക്കുലം കമ്മിറ്റിയുടെ അംഗീകാരം, അധ്യാപക പരിശീലനം, ആസൂത്രിതമായ നിർവഹണം എന്നിങ്ങനെയുള്ള ശാസ്ത്രീയ ഘട്ടങ്ങളിലൂടെ അത് കടന്നുപോയി. വിശദമായ അധ്യാപക സഹായം നൽകിയും അധ്യാപകരെ സമഗ്രമായി പരിശീലിപ്പിച്ചും തൽസ്ഥല പിന്തുണ ലഭ്യമാക്കിയും പാഠ്യപദ്ധതി നിർവഹണം ഫലപ്രദമാക്കാൻ അന്ന് നടപടികളെടുത്തു. ജ്ഞാനനിർമ്മിതി രീതിയിലേക്കുള്ള പരിവർത്തനമാണ് വിഭാവനം ചെയ്യപ്പെട്ടത്. ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം, ഉദ്ഗ്രഥിത സമീപനം എന്നിങ്ങനെയുള്ള നവീനമായ സമീപനങ്ങൾ ഇതോടെ പാഠ്യപദ്ധതി സമീപനത്തിൻ്റെ ഭാഗമായി. ടീച്ചിങ് മാനുവൽ പരിഷ്കരണം, പരീക്ഷയെ തുടർച്ചയായും സമഗ്രവുമായി മാറ്റൽ തുടങ്ങിയവയും മുന്നോട്ട് വെച്ചു. പാഠ്യപദ്ധതി പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിനായി സ്കൂൾ ഗ്രാൻറ്റും ടീച്ചർ ഗ്രാൻറ്റും ലഭ്യമാക്കി. കോർ SRG, SRG, DRG എന്നിങ്ങനെ അധ്യാപക പരിശീലനത്തിനുള്ള പുതിയൊരു ശൃംഖല തന്നെ വികസിപ്പിച്ചു. സൈദ്ധാന്തികമായി നോക്കിയാൽ വ്യവഹാരവാദത്തിൽ നിന്നും ജ്ഞാനനിർമ്മിതി വാദത്തിലേക്കുള്ള ഈ മാറ്റം ആഴത്തിലുള്ള ഒരു പരിവർത്തനമാണ് സാധ്യമാക്കിയത്. എന്നാൽ പിയാഷ്യൻ ജ്ഞാനനിർമ്മിതി വാദത്തിൻ്റെ അമിത സ്വാധീനം നിമിത്തം കുട്ടികളുടെ പഠനത്തെ ഉദാത്തവൽക്കരിക്കാനും അധ്യാപകരുടെ ഇടപെടലിനെ ലഘൂകരിക്കാനുമുള്ള ശ്രമം അറിഞ്ഞോ അറിയാതെയോ പാഠ്യപദ്ധതി മാറ്റത്തിന് നേതൃത്വം കൊടുത്തവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. അതേസമയം പാഠ്യപദ്ധതി പരിഷ്കരണത്തെ വിലപ്പെട്ട ഒരു അവസരമായി കണ്ട് പഠിക്കാനും പ്രയോഗിക്കാനും തയ്യാറായി മുന്നോട്ട് വന്ന ഒരു സംഘം അധ്യാപകരുടെ ക്ലാസ് മുറികളിൽ ഇത് വമ്പിച്ച മുന്നേറ്റമുണ്ടാക്കി. സർഗാത്മകമായ അധ്യാപനത്തിൻ്റെ അനവധി മാതൃകകൾ അത്തരം ക്ലാസ് മുറിയിൽ ഉയർന്നു വന്നു. വർദ്ധിച്ച അളവിലുള്ള രചനാ പ്രവർത്തനങ്ങൾ നടന്നു. പതിപ്പുകൾ, ആൽബങ്ങൾ, മാതൃകകൾ, ഗ്രാഫുകൾ, കൈയെഴുത്തു മാസികകൾ, പ്രൊജക്റ്റ് റിപ്പോർട്ടുകൾ എന്നിങ്ങനെ ഒട്ടേറെ ഉൽപ്പന്നങ്ങളുണ്ടായി. വായനാമൂല, ദിനാചരണങ്ങൾ, സഹവാസ ക്യാമ്പുകൾ, പ്രകൃതി പഠന യാത്രകൾ എന്നിവ സജീവമായി. നിരീക്ഷണം, പരീക്ഷണം, പ്രൊജക്റ്റ്, അഭിമുഖം എന്നിങ്ങനെ വിവിധ പഠന തന്ത്രങ്ങൾ ഉപയോഗിക്കപ്പെട്ടു. ഇതേ തുടർന്ന് പല സ്കൂളുകളിലും ഒട്ടേറെ മികവുകൾ എടുത്തുകാട്ടാനുണ്ടായി. രക്ഷാകർതൃ യോഗങ്ങളുടെയും അതിൽ പങ്കെടുത്തവരുടെയും എണ്ണം കൂടുകയും ചെയ്തു. പല പഞ്ചായത്തുകളും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുന്ന പദ്ധതികളുമായി മുന്നോട്ട് വന്നു. ഇനി നമുക്ക് 1997 കേരള പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആശയങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം. ഉദ്ഗ്രഥിത രീതി, പ്രക്രിയാധിഷ്ഠിത സമീപനം, പ്രവർത്തനാധിഷ്ഠിത ക്ലാസ് മുറി, കുട്ടി അറിവിൻ്റെ നിർമ്മാതാവ്, സാമൂഹിക ഇടപെടൽ പഠനത്തെ സ്വാധീനിക്കുന്നു എന്ന ധാരണ, സമഗ്രവും നിരന്തരവുമായ മൂല്യനിർണ്ണയം തുടങ്ങിയവയാണ്. കേവലം വസ്തുക്കളും വിവരങ്ങളും കുത്തിനിറയ്ക്കുന്നതിന് പകരം കുട്ടികളെ ചിന്തിപ്പിക്കുവാനും പ്രവർത്തിക്കുവാനും പ്രേരിപ്പിക്കുന്ന അനുഭവങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന പ്രവർത്തനങ്ങളാണ് പാഠ്യപദ്ധതി ഊന്നൽ നൽകിയത്. പാഠ്യപദ്ധതി രൂപീകരണത്തിൻ്റെ ഘട്ടങ്ങൾ നമുക്കിനി നോക്കാം. പാഠ്യപദ്ധതിയുടെ വിവിധ ഘടകങ്ങളായ കുട്ടി, അധ്യാപക, രക്ഷിതാവ്, പഠനരീതി, പഠനതന്ത്രങ്ങൾ, പഠന സാമഗ്രി, മൂല്യനിർണ്ണയം തുടങ്ങിയത് സംബന്ധിച്ച കാഴ്ചപ്പാട് രൂപീകരിച്ചു. വിവിധ വിഷയ സമീപനങ്ങൾ, അതായത് ഉദ്ഗ്രഥിതം, ഭാഷാ പഠനം, ഗണിത പഠനം, പരിസ്ഥിതി പഠനം, ഇംഗ്ലീഷ് പഠനം, കായിക പ്രവൃത്തി പരിചയം തുടങ്ങിയവ രൂപപ്പെടുത്തി. പാഠ്യപദ്ധതി ഉദ്ദേശങ്ങൾക്കും സ്പഷ്ടീകരണത്തിനും പകരം ഉള്ളടക്കം, പ്രക്രിയ, പഠനരീതി എന്നിവ ഉൾക്കൊള്ളുന്ന പാഠ്യപദ്ധതി പ്രസ്താവനകൾ രൂപീകരിച്ചു. പ്രൈമറി തലത്തിൽ സമസ്ത മേഖലയിലും ഗുണാത്മക മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ 1997 പാഠ്യപദ്ധതി പരിഷ്കരണത്തിന് കഴിഞ്ഞതായി വിലയിരുത്തപ്പെടുന്നു. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്